നമസ്കാരം. നമ്മുടെ ജീവിതത്തിലേക്കുള്ള ഒരു നല്ല ഗൈഡൻസ് ഇതുവഴി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ ഏത് കൺഫ്യൂഷൻ നിറഞ്ഞിരിക്കുന്ന ലൈഫ് സിറ്റുവേഷൻ ആണെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ചില തോട്ട്സ്. ഞാൻ ജീവിതത്തെ തിരഞ്ഞെടുക്കുന്നു, ഐ ചൂസ് ലൈഫ്. അങ്ങനെ ഒരു തീരുമാനം എടുക്കണം ഇത് കേൾക്കുന്ന ആളുകൾ. ജീവിതം വേണ്ട എന്ന് വെക്കുന്ന ആൾ എന്ത് ചെയ്യണം? ജീവിതം വേണം, ഞാൻ ജീവിതത്തെ തിരഞ്ഞെടുക്കുന്നു, ഐ ചൂസ് ലൈഫ് എന്ന് തീരുമാനിക്കുക. അതെന്തിനു വേണ്ടിയാണ്? കാരണം അങ്ങനെ നിർത്താതെ ഐ വോണ്ട് ഗീവ് അപ്പ് ഡൂയിങ് ദ തിങ്സ് ഐ ആം പാഷനേറ്റ് അബൌട്ട് ബിക്കോസ് ഓഫ് അതേഴ്സ്. മറ്റു പലരും നമ്മൾ ചെയ്യുന്ന ഒരു നന്മ, മനസാക്ഷിയുടെ ഒരു നന്മ പ്രവർത്തനം വേണ്ട എന്ന് വെക്കുകയാണെങ്കിൽ, ആ നന്മ ഹൃദയമാണ് നമുക്ക് മുന്നറിയിപ്പ് തന്നതെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും ആ നന്മയ്ക്ക് വേണ്ടി നിലപാട് എടുക്കുക, വ്യതിചലിക്കാതെ. അങ്ങനെയാകുമ്പോൾ ഹൃദയ സമാധാനം, ഞാൻ നന്മയ്ക്ക് വേണ്ടിയാണല്ലോ നിന്നത് എന്നുള്ള ആ ഹൃദയ സമാധാനം, ഐ എം കേപ്പബിൾ ഓഫ് അച്ചീവിങ് ദ ഇന്നർ പീസ് ഇഫ് ഐ സെലക്ട് എ ലൈഫ്. ജീവിതം വേണ്ട ബിക്കോസ് എന്താണ്? മറ്റുള്ളവരെല്ലാം എതിർക്കുകയാണ്, അല്ലെങ്കിൽ അനുകൂലമായ ആരുമില്ല, സപ്പോർട്ട് ആരുമില്ല. അപ്പം നിങ്ങളുടെ സപ്പോർട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടിന് നന്മ ചെയ്യാനാണെങ്കിൽ നമ്മൾ തന്നെയായിരിക്കണം നമ്മുടെ ഇൻസ്പിറേഷൻ. എന്നിട്ട് എങ്ങനെയാണ് മുന്നോട്ട്? സ്വയം നന്ദി പറയുക ദൈവത്തിന്. എങ്ങനെ? എനിക്ക് ലഭിച്ച ഈ കാഴ്ചപ്പാടിന്, നന്മയ്ക്ക് വേണ്ടി നിന്നാൽ ആത്യന്തികമായ വിജയമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന കാഴ്ചപ്പാടിനൊക്കെ നന്ദി പറയുക. ലഭിച്ചതായിട്ടുള്ള, ജീവിതത്തിൽ ലഭിച്ച ചെറുതെങ്കിലും നന്മ എന്ന് ഓർക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളെയും എണ്ണി എണ്ണി നല്ലത് നന്മ പറയുക. അടുത്ത ഒരു മെസ്സേജ് വന്നത്, ഇറ്റ്സ് ഓൺലി എ തോട്ട്. മനസ്സിലെപ്പോഴും നമുക്ക് ചിന്ത വരുന്നത് സാഹചര്യങ്ങൾ നോക്കിയുള്ള വിപരീതമായ ഒരു ചിന്തയാണ്. സാഹചര്യങ്ങൾ അതാണ് പറയുന്നത്, വിശ്വസിക്കരുത് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ അബദ്ധമാണ്, അല്ലെ വേദനയാണ്, ദുഃഖമാണ്, നിരാശയാണെന്ന് പറയുന്ന, നമ്മളെ താഴോട്ട് ഇരുട്ടിലോട്ട് വലിച്ചു കെട്ടുന്ന അന്ധകാര പിശാചിക ശക്തികളുണ്ട്. ആ ചിന്തയ്ക്ക് പകരം ബോധപൂർവം മറ്റൊരു ചിന്തയെ കൊണ്ട് തടുക്കുക. ഇപ്പം നമ്മൾ പറയാറില്ലേ, ഒരു ശത്രു ഒരമ്പയച്ചാൽ വജ്രായുധം കൊണ്ട് മറ്റേ അമ്പിനെ തകർക്കുന്നതായ ശക്തി, അതായിരിക്കണം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ആത്യന്തികമായ നന്മയുടെ ചിന്ത. ഇത് മാറിയാലും, ഈ ചിന്ത ഇങ്ങനെ നിന്നാലും ഞാൻ ജയിക്കുമെന്നുള്ള